ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇന്നലെ നമ്മളിട്ട വീഡിയോക്ക് അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൂട്ടുകാരെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നും ഇതാ എന്നത്തെയും പോലെ കിച്ചണിൽ വന്ന് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇഡ്ഡലി മാവ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുക ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ സുഖമാണ്. പിന്നെ ചട്നിയാണ് അതിക്ക് ഞാൻ അധികം ഉണ്ടാക്കൽ. ഇഡ്ഡലിക്ക് എല്ലാവർക്കും സാമ്പാറിനെക്കാട്ടിലും ഇവിടെ ചട്നീനോടാണ് ഇഷ്ടം. തേങ്ങാ ചട്നി ഇല്ലേ അത് കേട്ടോ. അപ്പോൾ എളുപ്പമുണ്ടല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനിത് അവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം മാവ് ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ മാവ് നല്ല ഉഷാറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് കാണുമ്പം തന്നെ വലിയൊരു സന്തോഷമാണ്. നമ്മൾ വീട്ടമ്മമാർ അങ്ങനെയാണല്ലോ അല്ലേ. ഞാനങ്ങനെ കേട്ടോ. മാവൊക്കെ തലേദിവസം റെഡിയാക്കി വെച്ചിട്ടാണെങ്കിൽ രാവിലെ വന്ന് അതൊന്ന് തുറന്നു നോക്കും. മാവ് പൊങ്ങിക്കണോ അതോ താന്ന് എടുക്കണോ എന്നൊക്കെ. നമ്മളുണ്ടാക്കുന്ന മാവ് നന്നായിട്ടില്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഒക്കെ ഒരു കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും തോന്നൂല. അതേപോലെ നമുക്കൊരു ഉഷാറുണ്ടാവില്ല. ഇത് കണ്ടോ നല്ല ഉഷാറായിട്ട് പൊങ്ങി വന്നാണ് കേട്ടോ മാവ്. സോപ്പും പതൽ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് മസാല ദോശ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിനിയത്. പിന്നെ ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാവ് ഇഡ്ഡലിക്കായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇഡ്ഡലിക്കും ദോശക്കും ഒക്കെ ഞാനൊരു മാവ് തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ മാവക്ക് ഉപ്പ് ഇട്ടിട്ടില്ലേ, ഇനി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ. അപ്പം വെള്ളമൊക്കെ ചൂടായി കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നാലുള്ളൂ ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിക്ക് എടുക്കാൻ കിട്ടുക. അതേപോലെ തന്നെ തട്ടുക്ക് എണ്ണയാക്കി കൊടുത്തിട്ട് നമ്മളെ ഇഡ്ഡലി ചെമ്പക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കും. അപ്പോൾ ആ തട്ടും ചൂടാവുമല്ലോ, ഇഡ്ഡലി തട്ടും ചൂടാവും. അപ്പോൾ ആ ചൂടിൽ ഇങ്ങനെ മാവ് ഒഴിച്ച് കൊടുക്കുമ്പം ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം എടുത്താൽ മതി. അതേപോലെ മാവ് ഒഴിച്ച് കൊടുക്കാൻ ഇതേപോലെ ഒരു കപ്പിക്കാണ് ഞാൻ മാവ് എടുക്കൽ. എന്നാൽ പിന്നെ ഇങ്ങനെ ഓരോ തവി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ നിൽക്കണ്ട. അപ്പോൾ നമ്മൾ സ്റ്റൗമ്മ കൂടെയൊക്കെ ഇങ്ങനെ ഇറ്റി വീഴുമ്പോഴേ അതൊക്കെ പിന്നെ ക്ലീൻ ചെയ്യാൻ നിൽക്കണ്ടേ. ഇതാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. അങ്ങനെ തന്നെ ഞാൻ മാവൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മൾട്ടിപോട്ടിൻ്റെ ലിങ്ക് ചില കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ വാങ്ങിക്കുമ്പോൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ട് കിട്ടും. ഞാൻ അത് ഒരുപാട് കാലമായിട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കുറേ അയക്കണ്. നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാം. അപ്പോൾ ഒരു കുഴപ്പമില്ല. നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനും അതേപോലെ നൂൽപുട്ട് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇഡ്ഡലി തട്ട് എടുത്ത് വെച്ചാൽ പിന്നെ ആ പാത്രവും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാനും അതേപോലെ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇഡ്ഡലി വേവിക്കാൻ വെച്ചു. പിന്നെ ഇന്ന് കുക്കറിലാണ് കേട്ടോ ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റിച്ചുവിന് ചോറ് കൊണ്ടുപോകാനാകുമ്പോഴത്തേന് ആവണം. അപ്പോൾ ഞാൻ ഇന്ന് കുക്കറിലാക്കി. കുക്കറിൽ അരിയൊക്കെ ഇട്ടുകൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ട്. റേഷൻ കടീത്തെ അരിയാണ്. അപ്പോൾ ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഓഫ് ചെയ്തിട്ട് ആ പ്രഷർ കളയും. എന്നിട്ട് ഒരു 2-3 വെള്ളത്തിൽ നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ട് പിന്നെ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ വിസിലടിക്കൂല. ഇങ്ങനെ എന്താ പറയുക, വിസിലടിക്കണതിൻ്റെ മുന്നേ ഒരു ചീയണ സൗണ്ട് ഉണ്ടാവില്ലേ, അപ്പം ഓഫാക്കും. എന്നിട്ട് ആ പ്രഷർ കളഞ്ഞാണ്ട് ഊറ്റിയെടുക്കും. അപ്പോൾ നല്ല ചോറേക്കാരം. അങ്ങനെ ഇതാ ഇഡ്ഡലി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ടാണ് കേട്ടോ ഞാനിത് തട്ടുന്ന മാറ്റുന്നത്. നല്ല ചൂടോടെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തട്ടിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഒന്നും ഇങ്ങോട്ട് ചൂടാറിയതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല വൃത്തിക്ക് കിട്ടും. അപ്പോൾ ഞാനൊരു വാഴൻ്റെ ഇല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. വാഴൻ്റെ ഇലയ്ക്കാണ് ഇഡ്ഡലി ഇട്ട് കൊടുക്കുന്നത്. കാണുമ്പോൾ നല്ല രസമല്ലേ, പച്ച കളറിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കാണുമ്പോൾ. ഇതാ കണ്ടില്ലേ, നമ്മൾ തട്ടിൽ ഒട്ടി പിടിച്ചിട്ടില്ല കേട്ടോ. നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റാണ് ഇഡ്ഡലി. പിന്നെ ചില കൂട്ടുകാർ കാണാം ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ തുണി വെച്ചാണ്ട് തുണിക്ക് മാവ് ഒഴിച്ച് കൊടുക്കുമല്ലോ. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും. പക്ഷെ അത് ഷേപ്പ് ഉണ്ടാവില്ല. ഇഡ്ഡലിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടൂല. ഇത് കണ്ടോ, ഇഡ്ഡലിൻ്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രിപ്പ് ഇഡ്ഡലി ചുട്ടാൽ തന്നെ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ആണെങ്കിൽ അതുണ്ടാവും കേട്ടോ. 2 തട്ടിൽ തന്നെ ഉണ്ടാവും. ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കൂടി ആക്കിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കുക കേട്ടോ. കറി ഞാൻ പറഞ്ഞല്ലോ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അതിക്ക് ചെറിയ ഉള്ളിയും അതേപോലെ മുളക് പൊടിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒക്കെ എടുത്തിട്ടുണ്ടായിനും. അപ്പോൾ അത് ജാറിലിട്ടുകൊണ്ട് അരച്ചെടുക്കുകയാണ്. എരിവിന് മുളക് പൊടിക്ക് പകരം പച്ചമുളക് ഇട്ടാലും മതി.
ഇവിടെ ചുമപ്പ് ചട്നിയാണ് ഇഡ്ഡലിക്ക് ഇഷ്ടം എല്ലാവർക്കും. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും അതേപോലെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വേറൊരു ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. ഇനി ഇത് ഇങ്ങനൊരു ടേസ്റ്റും. അപ്പോൾ ഒക്കെ ചാർക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അരച്ചെടുത്ത് ഞാനൊരു ബൗളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അങ്ങോട്ട് വറവിട്ടെടുക്കുകയാണേ. പിന്നെ ചട്നി കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ അരച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സവാളയും കൂടിയൊക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ക്വാണ്ടിറ്റിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു ബൗളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിക്ക് വറവിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ജാറിൽ അത്യാവശ്യം ഉണ്ടായിനി അരപ്പ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് ചുഴറ്റിയിട്ടേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറവിട്ടെടുത്തു. അങ്ങനെ ചട്നി റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ് ഇങ്ങനത്തെ കറിയൊക്കെ രാവിലെ. പ്രത്യേകിച്ച് നമ്മളെ മക്കൾക്ക് സ്കൂളുള്ള സമയത്തേ രാവിലെ ഇതിലേറെ നേരത്തെ പോകേണ്ട കുട്ടികളുണ്ടാവും കേട്ടോ. ഇവിടെ ഇപ്പോൾ റിച്ചുമോനാണ് ഇപ്പോൾ ചോറ് കൊണ്ടുപോകണത്. പിന്നെ അതേപോലെ ഹൈസ്കൂളിൽ ഓനാണ്. മറ്റവർക്കൊന്നും ഇപ്പോൾ പിന്നെ ക്ലാസ് തുടങ്ങിയിട്ടില്ല വലിയവർക്കൊന്നും. അപ്പോൾ ഓനൊരു 8:30 ആകുമ്പോൾ പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് ഇഡ്ഡലി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് ഇഡ്ഡലിയും ചട്നിയും മതി, ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ചോറൊക്കെ ഞാൻ കുക്കറിൽ അടുപ്പത്തിട്ടിട്ടുണ്ടല്ലോ, ചോറൊക്കെ ആയി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഡ്ഡലി ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പാത്രത്തിൽ നിറച്ച് ഇഡ്ഡലി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്തിട്ടല്ലേ കഴിക്കുക. ഫ്രണ്ട്സുകളൊന്നും ചിലപ്പോൾ ചോറ് കൊണ്ടുവരാത്തവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുക എന്നൊക്കെ പറയലുണ്ടോന്. അപ്പോൾ ഞാനത് നിറച്ച് ഇഡ്ഡലിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചട്നി ഒഴിച്ച് കൊടുത്തു. നമ്മൾ നിർബന്ധിച്ച് കൊടുക്കണം കേട്ടോ, അല്ലാതെ കൊണ്ടുപോകില്ല. എനിക്ക് ഇന്ന് ചോറ് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഒരു കൊണ്ടുപോകല്. അങ്ങനത്തെ ഇതൊന്നും ഇല്ല. നമ്മൾ നിർബന്ധിച്ച് ഇന്നാ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം. അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ ഉണ്ട്. ഉച്ചക്ക് നല്ല ചൂടുള്ള ചോറ് സ്കൂളിൽ തന്നെ കിട്ടും. പ്ലേറ്റും ഒക്കെ സ്കൂളിൽ തന്നെ ഉണ്ടാവും. പക്ഷേ വാങ്ങൂല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ കാട്ടല്ലേ. ഉച്ചക്ക് ഇപ്പോൾ ഇതേപോലെ പാത്രത്തിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ കഴിക്കുകയൊക്കെ ചെയ്യും. വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കണതല്ലേ. പക്ഷേ മടിയാണ് കൊണ്ടുപോകാൻ, ആരും കൊണ്ടുവരില്ല അറിഞ്ഞാണ്ട് അങ്ങനെ. അപ്പം ഓനിക്കുള്ള ഇഡ്ഡലിയൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു. പിന്നെ കണ്ടോ, നമ്മൾ ഇഡ്ഡലി ഞാൻ ഒന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചിട്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ള കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ ഇന്ന് എനിക്കും ഞാൻ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് ഞാനും തന്നെ കേട്ടോ കഴിക്കണത്, ഇഡ്ഡലി തന്നെയാണ് കഴിക്കണത്. ചിലപ്പം റാഗി കൊണ്ടുള്ള ഇഡ്ഡലി മാവൊക്കെ ഉണ്ടാക്കി വെക്കലുണ്ട്. എന്നോട് അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ ചില കൂട്ടുകാരൊക്കെ. അപ്പോൾ ഞാൻ കാണിക്കാമെന്ന് പറയും, കാണിച്ചിട്ടില്ല ഇതുവരെ. അപ്പം ഇനി ഇൻഷാല്ല ഞാൻ കാണിക്കണ്ട കേട്ടോ. ഒന്നാണെങ്കിൽ എനിക്ക് സ്റ്റോക്ക് റൂമൊക്കെ വേണമെന്ന് പോവുക. അവിടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും ഒക്കെ ഉണ്ട്. എക്സ്പയർ ഡേറ്റ് ആയതോ സാധനങ്ങളൊക്കെ ഉണ്ടോ അല്ലേന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ ഈ മാസത്തോട് കൂടിയിട്ട് ഞാൻ ഹോം ഷോപ്പിൽ നിന്ന് സെയിൽസ് സ്ഥാനം ഒഴിവാകും കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബീഫ് അടുപ്പത്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചായക്ക് എല്ലാവർക്കും കൊടുത്തു, ഞാനും കുടിച്ചു. പിന്നെ ബീഫ് കഴുകി വെച്ചിന്. അപ്പോൾ അത് മൺചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയ ഉള്ളിയും അതേപോലെ സവാളയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് ഞാൻ ചതച്ചിട്ടും കീറിയിട്ടൊന്നുമില്ല കേട്ടോ. അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ 2-3 മുളകും ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികളും ഇട്ട് കൊടുത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകം പൊടിച്ചതും കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വേവാനാവുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരം. പിന്നെ അതേപോലെ കല്ലുപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇനി ഇതൊക്കെ കൂടെ കൈ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കണം. അപ്പോൾ തക്കാളി ഞാൻ ചേർക്കലില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. പിന്നെ തക്കാളി ചേർക്കും നമ്മൾ മുളക് കറിയൊക്കെ ആക്കി അങ്ങനെ ഉണ്ടാക്കൂലേ ബീഫ്, അപ്പോൾ തക്കാളി ചേർക്കും. ഇങ്ങനത്തെ ഇതിക്ക് ഞാൻ തക്കാളി ചേർക്കലില്ല കേട്ടോ. അങ്ങനെ തക്കാളീൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിക്ക് ഇഷ്ടമല്ല. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും എങ്ങനെയാ അറിയില്ല. നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ ചേർത്തോണ്ട്. നമുക്ക് ഇവിടെ അങ്ങനെയാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ അതേപോലെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ സ്റ്റോക്ക് റൂമിൽ പോയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ കറിയൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മക്കളുണ്ട്. അപ്പോൾ ഒരു മിക്സ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം വറ്റാനായിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ചിലപ്പം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ലോണം ചേർത്താലല്ലേ. അപ്പോൾ ഞാൻ ഗ്യാസ്മ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അങ്ങനെ ഇനി ആക്കം പോലെ കടന്നിട്ട് അങ്ങനെ വെന്തോളൂ. അടുപ്പത്ത് വേവിക്കുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ കുക്കറിൽ വേവിക്കണ പോലെയല്ലല്ലോ. കുക്കറിലാകുമ്പോൾ എളുപ്പമാവും. പക്ഷേ അടുപ്പത്ത് വേവിക്കണ ബീഫിനാണ് ടേസ്റ്റ് കൂടുതലും അല്ലേ. ഈ പ്രത്യേകിച്ച് മൺചട്ടിയിലൊക്കെ വെക്കുന്ന ബീഫിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ആക്കം പോലെ ചമ്പി കിടന്നിട്ട് വേവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഉപ്പേരിക്കുള്ളതൊക്കെ മക്കൾ കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് ഉണ്ടാക്കിയാൽ മതി.
അപ്പോൾ ഉപ്പേരിക്ക് ഇതാ പയറാണ് കേട്ടോ. പയർ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ചിരവി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഓല് റെഡിയാക്കിയാണ് കേട്ടോ. പിന്നെ അതേപോലെ മഞ്ജുമോളൊരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട്, തേങ്ങാ ചമ്മന്തി. അപ്പോൾ ഇനി പയറുപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ അടുപ്പത്ത് ഇവിടെ ഗ്യാസ് സ്റ്റൗമ്മ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ ഈ ഒരു കുഞ്ഞു കടായി ഉണ്ടല്ലോ, ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ, നമുക്ക് ഇൻഡസ്വാലിൽ നിന്ന് പുതിയ പ്രോഡക്റ്റ് വന്നതാണ്. അപ്പോൾ എന്താ ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന്, നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രം, ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നല്ല പാത്രം കേട്ടോ, എനിക്കും നല്ലോണം ഇഷ്ടമായി. ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഇതന്നെ കാണേണ്ടി വരും, ഇത് തന്നെ കരൻ്റെ കുക്കിംഗ് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചാൽ ഉപ്പേരി ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനും എല്ലാത്തിനും ഉടുക്കും ചെയ്യാം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചെറിയ പാത്രങ്ങളോട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെയാവും, പാത്രങ്ങൾ നമ്മളെ വീക്ക്നെസ് അല്ലേ അല്ലേ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, ചെറിയ ഉള്ളിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു, പച്ചമുളകും ഒക്കെ ഇട്ടാണ്ട് പയറും ഇതാദ്യമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പയർ കഴുകിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതാ നല്ല ചെറുതാക്കി കട്ട് ചെയ്തുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനില്ലേ. എൻ്റേത് കുറച്ച് വലിപ്പമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് കറി ഉണ്ടാക്കുന്നുണ്ട്. കറി ഞാൻ മോരുകറി ആയിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഒരു കറുത്ത വെള്ളം. അതെ, പുളി കറുത്ത പുളിയാണ് കേട്ടോ എനിക്ക് പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ ആ പുളിവെള്ളമാണ് ഈ പാത്രത്തിൽ എന്താ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മോരില്ലാത്ത മോരുകറി ഉണ്ടല്ലോ, അതാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഈസി കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഞങ്ങൾ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ. ബീഫ് ഉണ്ടാക്കുമ്പോൾ ഈ മോരുകറി തന്നെയാണ് അധികം ഞാൻ ഉണ്ടാക്കൽ. ഒരിങ്ങോട്ട് പറയുമ്പോൾ ചെയ്യാൻ മോരുകറി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിക്കുള്ള അരപ്പാണ് കേട്ടോ ഇത്. തേങ്ങ ചാർക്ക് ഇട്ട് കൊടുത്താണ്. പിന്നെ ചെറിയൊരു കഷ്ണം സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ചെടുക്കുക, വെള്ളം ഒഴിച്ചാണ്ട് അരച്ചെടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ നേരത്തെ എന്താ പുളിവെള്ളം തിളപ്പിക്കാൻ വെച്ചില്ല, അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിക്കണം. അപ്പോൾ ഇനി കൂടുമോ എന്ന് വിചാരിച്ചിനി, പക്ഷേ കൂടിയതൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്താണ്ട് വെള്ളം ഒഴിച്ചാണ്ട് അരച്ചെടുക്കുകയാണ്. ഇനി ഇതിക്ക് കുറച്ച് ഇതും ചേർക്കണം കേട്ടോ, അരിപ്പൊടി. നമ്മൾ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ, അരിപ്പൊടിയും കൂടെ ചേർക്കണം. ഒരു 1.5 സ്പൂണൊക്കെ മതി. കൂടുതലാവണ്ട കേട്ടോ, കുറച്ച് മതി, ഒരു 1.5 സ്പൂണൊക്കെ മതി. കൂടുതലായി കഴിഞ്ഞാലേ നല്ല കുറുകിയിട്ടേക്കാരം, നല്ല കുറുകിയ കറിയേക്കാരം. അപ്പോൾ കുറച്ച് മതി, ഇതേപോലെ ഒരു 1.5 സ്പൂണൊക്കെ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ വെള്ളമൊക്കെ ചേർത്ത് അരച്ചെടുത്തു. അപ്പോൾ ഇത് കണ്ടോ കറുത്ത കളറായിട്ട് കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഈ അരപ്പ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് തിളക്കുമ്പോൾ കുറുകി വരും കേട്ടോ, നമ്മൾ അരിപ്പൊടി ചേർത്തതുകൊണ്ട്. അപ്പോൾ നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞല്ലോ മോരില്ലാത്ത മോരുകറിയാണ്. ഒരു 2-3 മിനിറ്റ് മതി, അധികം സമയവും വേണ്ട, പെട്ടെന്നാവും ചെയ്യും. ലാസ്റ്റ് ഇനിയൊന്ന് വറവിട്ടെടുക്കും കൂടെ ചെയ്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കയ്യിലോണ്ട് ഇതേപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക, കുറച്ച് നേരം കുറുകി വരുവോളം. അതിങ്ങോട്ട് തിളക്കുമ്പോൾ തന്നെ കുറുകി വരും ചെയ്യും. അപ്പോൾ നമുക്ക് ഉപ്പേരി എന്തേക്കണമെന്ന് നോക്കാം. അപ്പോൾ ഉപ്പേരി ഇതാ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്കും അതേപോലെ ഞാൻ കുറച്ച് തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. നമ്മളവിടെ തേങ്ങ അരച്ച കറി, അതേപോലെ ഉപ്പേരികൾക്കൊക്കെ തേങ്ങ വേണം. അതൊക്കെ എന്താ പറയുക, ഓരോ നിർബന്ധങ്ങളാണ് കേട്ടോ. പിന്നെ ചമ്മന്തി, തേങ്ങ ചമ്മന്തി, അത് ഇടയ്ക്ക് ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിവിടെ ഒരു തെങ്ങുള്ളൂ, കായ്ക്കണ തെങ്ങ്. എന്നാലും അതിന്മേൽ നമുക്ക് അരക്കാനുള്ള തേങ്ങയൊക്കെ കിട്ടും കേട്ടോ. തെങ്ങിന് നല്ലോണം വളമൊക്കെ ഇട്ട് കൊടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് തേങ്ങയൊന്നും അങ്ങനെ കുറേയൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ല. എപ്പോഴേലൊക്കെ ഇല്ലാത്ത ടൈമിൽ വാങ്ങും ചെയ്യും. ഇപ്പം അധികവും നമ്മളെ തെങ്ങുമ്പോൾ തന്നെ കേട്ടോ നമുക്ക് തേങ്ങ കിട്ടൽ. ഈ പച്ചക്കറിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ മുരട്ടിൽ കൊണ്ടുപോയിടും. അതേപോലെ ആട്ടുംകാഷ്ടം, വളം, അതൊക്കെ ഇട്ട് കൊടുക്കലും ഉണ്ട്. അപ്പോൾ തേങ്ങ നല്ലോണം ഉണ്ടാവും ചെയ്യും. അങ്ങനെ ഉപ്പേരിയായി. പിന്നെ നമ്മൾ കറിയും വറവിട്ടെടുത്തു. കറി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറി. ഞാൻ കുറേ വട്ടം പറഞ്ഞു തോന്നുന്നുണ്ട് അല്ലേ, പ്രത്യേകിച്ച് ബീഫ് കറീൻ്റെ കൂടെ കേട്ടോ. അല്ലേ ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത് എന്ത് കറിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കൊണ്ടിട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറേ അരിപ്പൊടി ഇടരുത് കേട്ടോ. കുറേ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല കുറുകിയാണ്ടേ കാരം. അപ്പോൾ ഒരു എന്താ പറയുക, അപ്പോൾ ഒരു ഉഷാറുണ്ടാവില്ല. കുറച്ച് ഇതേപോലെ ലൂസായിട്ട് വേണം. ഇവിടെ അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കലും. അപ്പം എന്താ ബീഫ് കറിയല്ല, കുറച്ച് വറ്റിച്ചിട്ട് കുറച്ച് കായം പോലെ അങ്ങനെയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതും. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ കുരുമുളക് പൊടി, ഞാൻ ഇവിടുന്ന് പോയ ഇടയിൽ ഇപ്പച്ചി മക്കളും ഇതിക്ക് കുരുമുളക് പൊടി ഇട്ടീന് കേട്ടോ. പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇങ്ങനെ മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം ഇത്രേ ഉള്ളൂ, ഇതും ആയിട്ടുണ്ട്. അങ്ങനെ ചോറും കൂട്ടാനും ഒക്കെ ആയി. പിന്നെ നമ്മളെ മോര് കറിയും
മോരുകറി ഉണ്ടാക്കിയ പാത്രം അതേപോലെ എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. ഇത് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പം കാണിച്ചിട്ടുണ്ടായിനി ആ കടായിൻ്റെതും. അതേപോലെ ഇത് ചെറിയൊരു ബിരിയാണി പോട്ടാണ്. അപ്പോൾ അതേപോലെയുള്ള കറി ഉണ്ടാക്കാനൊക്കെ നല്ലതാട്ടോ. അപ്പം ഇതാ നമ്മൾ പുതിയ പാത്രത്തിൽ തന്നെയാണ് ഇന്നത്തെ കുക്കിങ്ങും ഉപ്പേരിയും കറിയൊക്കെ അതിൽ തന്നെയാണ് കേട്ടോ. പിന്നെ അതാ മഞ്ജുമോൾ ഉണ്ടാക്കിയ ചമ്മന്തി, തേങ്ങാ ചമ്മന്തി. പിന്നെ കറിയും ഉപ്പേരിയും ബീഫും ഒക്കെ ആയല്ലോ. അപ്പോൾ ഉമ്മാക്കുള്ളത് പാത്രത്തിലാക്കിയിട്ട് മഞ്ജുമോൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങളും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ ബീഫ് ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ്. സവാളനെക്കാട്ടിലും ടേസ്റ്റ് ആട്ടോ ചെറിയ ഉള്ളി കടിക്കുമ്പോൾ. പിന്നെ പപ്പടവും പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് വാഴൻ്റെലിയിൽ വിളമ്പ ചോറെന്ന് വിചാരിച്ച്. വാഴൻ്റെല ഇല്ലാത്ത പരിപാടിയില്ലല്ലേ. വാഴൻ്റെലക്കൊരു പഞ്ഞമില്ല. നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗമുണ്ട് വാഴ. അപ്പം എളുപ്പം പോയിട്ട് വെട്ടിക്കൊണ്ടിരും ചെയ്യും. നമ്മളെ കിച്ചൻ്റെ അവിടെ തന്നെയാണ്. അപ്പം അങ്ങനെ ചോറൊക്കെ വിളമ്പി എന്താ നമ്മൾ മോരുകറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പയറ് തോരൻ. ശരിക്കും ഇതൊരു പൊതിച്ചോറാക്കിയിട്ട് കെട്ടുമൊക്കെ ചെയ്യുക. പക്ഷെ നമുക്ക് നേരമില്ല കേട്ടോ. ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന സമയമായിട്ടുണ്ട്. പൊതിച്ചോറാവുമ്പോൾ ഇപ്പോൾ കുറച്ച് നേരത്തെ കെട്ടി വെക്കണം. എന്നിട്ട് ഒന്ന് സെറ്റായിട്ട് വേണം എടുത്ത് കഴിക്കാൻ. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമുക്ക് അതിനിപ്പോൾ നേരമില്ല. എന്നോട് കുറേ മുന്നേ ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പി ആരോ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിനി. അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കും, പിന്നെ മറന്നു പോകും. അപ്പം ഇനി ഇൻഷാല്ലാ ഇനി പൊതിച്ചോറിൻ്റെ റെസിപ്പി നമുക്ക് കാണിക്കട്ടോ. ഇതൊക്കെ തന്നെയാണ് പൊതിച്ചോറിനുള്ള കൂട്ടാനോ ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാട്ടോ ചെയ്യൽ. പിന്നെ ബീഫിന് പകരം ചിലപ്പോൾ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കും. അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയി. എന്താ വാഴൻ്റെലിയിലൊക്കെ വിളമ്പിയിട്ടുണ്ട്. ചമ്മന്തിയും ബീഫും പപ്പടവും ഒക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിന് കേട്ടോ കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇപ്പച്ചി മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഹൈഫക്കുട്ടി റിച്ചും ഇല്ല, ബാക്കിയുള്ള എല്ലാവരും ഉണ്ടായിന്. അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പം ഇൻഷാല്ലാ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.